അടച്ചിട്ടിട്ടാണ് മറ്റൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഈ കൊട്ടക്കണക്കിന് മാങ്ങ എല്ലാം കണ്ടപ്പോ നിങ്ങൾ ഓർക്കും ഞാൻ എന്തോ മാങ്ങ കച്ചവടത്തിന് പോവായിരിക്കുന്നു. അല്ല കേട്ടോ, ഞങ്ങൾക്ക് ഒരു മാവില് കുറച്ച് മാങ്ങ നിൽപ്പുണ്ട്. അത് പഴുത്ത് കഴിഞ്ഞാൽ മൊത്തം പുഴു പിടിക്കും. അപ്പൊ അത് മൊത്തം ഈ പച്ചക്കിങ്ങി പറിച്ചു എന്നിട്ട് ഇതെല്ലാം കൂടെ എന്നാ കാണിക്കുന്നല്ലേ, കുറച്ചെടുത്ത് ഞാൻ അങ്ങോട്ട് അച്ചാറിടും, കുറച്ചെടുത്ത് അങ്ങോട്ട് ഉപ്പിലിടും, കുറച്ച് ഞങ്ങളെല്ലാം കൂടെ മുളകൊടിയൊക്കെ കൂട്ടി അങ്ങോട്ട് അടിപൊളിയായിട്ട് കഴിക്കും. പിന്നെ കുറച്ചെടുത്ത് അരിഞ്ഞുണങ്ങി അത് അച്ചാറിടും. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമുക്ക് ആദ്യം മാങ്ങാച്ചാർ എന്ന റെസിപ്പിയിലേക്ക് ഒന്ന് പോകാം. ഉണങ്ങി അച്ചാറൊക്കെ ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് അല്ലാണ്ടൊന്ന് അച്ചാറിട്ട് നോക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിട്ട് ഞാൻ കുറച്ചെടുത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് അരിഞ്ഞെടുക്കാം. എന്റെ തൊലി എത്തുന്നില്ല, തൊലി എത്തി അച്ചാർ ഇഷ്ടമല്ല. ഒരുപാട് കട്ടിക്കൊന്നുമല്ല, ഇത് കട്ടിയെ കുറച്ചിട്ടായിരുന്നേ. ഇങ്ങനെ നമുക്ക് ഈ മാങ്ങ മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ മാങ്ങയെല്ലാം കടുമാങ്ങ പാകത്തിന് കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. അതിനു മുമ്പേ നമുക്ക് ഈ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന്റെ തൊലി കളഞ്ഞ് അരിയേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്കിത് ഇഷ്ടമല്ലാത്തവർ ഞാൻ തൊലിയോട് കൂടിയാണ് മാങ്ങ അരിഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ഈ തൊലി കളഞ്ഞ് നമ്മൾ ഈ അച്ചാറിടുന്ന സമയത്ത് ചിലപ്പോൾ അത് വെക്കുന്ന അടുത്ത് പോകാൻ ചാൻസ്. ഇതിപ്പോ ഞാൻ ഒരുപാട് നാളത്തേക്കുള്ള ശരിക്കും പറഞ്ഞാല് ഒന്നിച്ചങ്ങ് ഇട്ട് വെക്കുക, വെക്കുന്ന കേടാവുകയൊന്നുമില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണ വെച്ച് കടുമാങ്ങ എടുക്കുന്ന സമയം ഉപ്പിൽ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നനവുള്ള സ്പൂണൊന്നും ഉപയോഗിച്ച് എടുക്കാതിരുന്നാൽ മതി. അത് കുറെ നാൾ കേടുകൂടാതെ ഇരുന്നോളും. അപ്പൊ തൊലി കളഞ്ഞ് ഇങ്ങനെ വലിയൊരു കുഴപ്പമുണ്ട്, അതായത് ചിലപ്പം അതൊന്ന് അലുത്തു പോകാനും സാധ്യതയുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ നമുക്കൊന്ന് വെക്കാം. ആ സമയം നമുക്ക് ഇതിനൊന്ന് കടുക് വറക്കേണ്ടതുണ്ട്, ഉലുവ വറക്കേണ്ടതുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി. നമുക്ക് മാറി മാറി വേണം എടുക്കാം. അതായത് കാശ്മീരി കൂട്ടിക്കൊണ്ട് എരിവുള്ളത് കുറച്ചെടുക്കാം. ഞങ്ങൾക്ക് ഇത്തിരി എരിവ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങള് എരിവുള്ള മുളക് പൊടി കൂടുതലെടുത്തു, കാശ്മീരി കുറവെടുത്തു. കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, കടുക്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, എണ്ണ, ഉപ്പ്, വിനാഗിരി, പച്ചമുളക്, വെളുത്തുള്ളി, പറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാറിന് ആവശ്യമുള്ളത്. നമ്മൾ അച്ചാർ പൊടിയല്ല ഉപയോഗിക്കുന്നത്, ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊന്ന് കടുകൊന്ന് വറുത്തൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഉലുവ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നമുക്കൊന്ന് കടുകൊന്ന് വറക്കാം. അത് നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ കടുകൊന്ന് വറുത്തെടുക്കാന്. നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കടുക് ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചവച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഉലുവ ഇങ്ങനെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഉലുവ അത്യാവശ്യം വറുത്തെടുക്കണം, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നന്നായിട്ട് ഉലുവയൊന്ന് വറുത്ത് തന്നെ എടുക്കാം. നമ്മുടെ ഉലുവ ഇവിടെ നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ കടുക് വറുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉലുവ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഇത് മൊത്തത്തില്. നമുക്ക് നേരെ അച്ചാറിന്റെ കൂട്ടത്തിലേക്ക് കടക്കാം.
നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏത് എണ്ണയുള്ള വെച്ചാൽ അതൊന്നും ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നല്ലെണ്ണ ആകുമ്പോൾ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് അച്ചാറിനുണ്ടാവും. അപ്പൊ നമ്മൾ എണ്ണ ചൂടാവുന്നതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടിക്കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ആ കൂടെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. ഇളക്കി കൊടുത്തേക്കാം. നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുറച്ചെടുത്താൽ മതി. വെളുത്തുള്ളിച്ചാറായിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ മതി. ഇതെങ്കിൽ ഇത്രയും മാങ്ങ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെളുത്തുള്ളി എടുത്തേക്കുന്നത്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് ലോ ഫ്ലെയിമിലിടുക, ഇല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക. ഏതെങ്കിലും ഒന്നിച്ച് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കടുക് ചതച്ചത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കുന്നോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയിടാം. നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചത് കൊണ്ട് മാങ്ങയ്ക്കകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പുനീര് ഇറങ്ങി കിടപ്പുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കണം. നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കട്ടെ. നമുക്ക് ഇത്രയും വെള്ളമുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെപ്പോഴും ഇങ്ങനെ മസാല ഇങ്ങനെ പുരട്ടുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിടുക. ഇട്ടതിന് ശേഷം അതില്ലെങ്കിൽ മസാല നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് പോകും. നന്നായിട്ട് ഇതിലേക്ക് നമ്മുടെ മസാലയെല്ലാം ഒന്ന് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് അതിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആവശ്യം വരികയാണ്. നമുക്ക് നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ചേർക്കാൻ വേണമെങ്കിൽ. നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ്ടില്ലേ, ഇതാണ് നമ്മുടെ അച്ചാർ. ഇങ്ങനെ തന്നെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെ, അതായത് നമ്മൾ അച്ചാർ പൊടി ഒന്നും വാങ്ങിയിടാതെ കടുകൊന്ന് വറുത്ത് പൊടിച്ച് ഉലുവയൊന്ന് വറുത്ത് പൊടിച്ച് ഇങ്ങനെ തന്നെ, അതായത് ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇടാൻ കുഴപ്പമില്ല. ഞാനെല്ലാം ഇങ്ങനെ വറുത്ത് പൊടിച്ചതിന് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ്, ആർക്കും ഇഷ്ടപ്പെടാത്ത. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.
തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പൊ ഇതേപോലെ പുതിയ പുതിയ വ്ളോഗുകളുമായിട്ട്, വെറൈറ്റി വ്ളോഗുകളുമായിട്ട് ഞങ്ങൾ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.